ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പ്ലൈവുഡും അതുപോലെ തന്നെ കുറച്ച് ആണിയും നൂലും കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ആദ്യമായിട്ടാണ് ഷൈൻ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലൈവുഡിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിൽ നിന്നും ഒരു ലൈൻ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് 7 ഇഞ്ച് വലിപ്പത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നും ഇതുപോലെ നമുക്ക് ഒരു നീളത്തിലുള്ള ഒരു ലൈനാണ് വരച്ചെടുക്കുന്നത്. ഇത് മൊത്തം 14 ഇഞ്ച് വലിപ്പമാണ് ഉള്ളത് കേട്ടോ. ഇനി നമുക്കൊരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളെ കൂടി ഒന്ന് അളന്നെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഓരോരോ അളവുകളെയും കൃത്യമായിട്ട് അളന്നെടുക്കാം കേട്ടോ. ഇതുപോലെ 12 ലൈൻസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെ ഒരു ഭാഗവും അടുത്ത ഭാഗം അതുപോലെ തന്നെ അളന്നെടുത്തതിന് ശേഷം നമ്മൾ 7 ഇഞ്ച് വലിപ്പത്തിലാണ് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അടുത്ത വശം ഉണ്ടല്ലോ, ആ ഒരു വശത്ത് കൂടി ഇതുപോലെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള വശങ്ങൾ കൂടി അളന്നെടുത്ത് 7 ഇഞ്ച് വലിപ്പത്തിൽ മാർക്ക് ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് 12 ലൈൻസ് കൂടി കൃത്യമായിട്ടുള്ള അളവിൽ വേണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ 2 ലൈൻസിൻ്റെ നടുവിലായിട്ട് വരുന്ന ആ ഒരു അളവുണ്ടല്ലോ, ആ ഒരു അളവിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ 5.5 ഇഞ്ച് വലിപ്പത്തിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് 7 ഇഞ്ച് വലിപ്പത്തിലാണെങ്കിൽ ഇത് 5.5 ഇഞ്ച് വലിപ്പത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഓരോരോ ലൈൻസിലും അതിൻ്റെ സെൻറ്റിമീറ്റർ കൂടി അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിൽ കുറച്ച് ഇതുപോലെയുള്ള കുഞ്ഞ് ആണികളെ വെച്ച് കൊടുക്കാം. സ്റ്റീലിലുള്ള മുള്ളാണികളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മുള്ളാണിയെ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുള്ളാണി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം അതിലേക്ക് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ വെക്കേണ്ട ആവശ്യം വരണില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ പെട്ടെന്ന് കൊഴിഞ്ഞു പോരാത്ത രീതിയിലും കൂടി അതിലേക്ക് ശ്രദ്ധയോടെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ ഈ ഒരു ആണി വെക്കുന്ന സമയത്ത് എനിക്ക് പറ്റിയിട്ടുള്ള 2 അബദ്ധങ്ങളുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആണി വെക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങുന്ന ആ ഫസ്റ്റത്തെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് ഞാൻ ഒരു റൗണ്ട് ഇട്ടതിന് ശേഷം വേണമായിരുന്നു ആണികൾ വെക്കാനായിട്ട്. അത് റൗണ്ട് ഇടാത്തത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ നിരകളൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പറ്റിയിട്ടുള്ള അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 ബോക്സ് ആണികളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബോക്സ് കഴിഞ്ഞ സമയത്ത് ഞാൻ പുതിയതായിട്ട് ഒരു ബോക്സ് കൂടി വാങ്ങിച്ചു. ആ ഒരു ആണികൾ ഈ കുഞ്ഞ് ആണികളേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലത്തെ ആ ഒരു ഫിനിഷിംഗ് ലുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ 2 കളറിലുള്ള ത്രെഡുകളാണ് എടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് റെഡും ഒരു ഡാർക്ക് റെഡും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് റെഡ് എടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു 7 ഇഞ്ച് വലിപ്പത്തിലുള്ള ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ ഏറ്റവും അവസാനത്തെ ആണീൻ്റെ മുകളിലായിട്ട് വരുന്ന ആണീൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കോർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ ഒരു സൈഡുകളിൽ വരുന്ന ചെറിയ ലൈൻസിൽ കൂടി നമുക്ക് ഇതുപോലെ തന്നെ ആണികളെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അങ്ങനെ നമുക്ക് മൊത്തമായിട്ടുള്ള രീതിയിൽ തന്നെ ആണികളെ ഇങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ റൗണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു റൗണ്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ ആണികളെ തറച്ചെടുക്കുക. അതിനുശേഷം പിന്നെ ചെയ്യാനായിട്ടുള്ളത്, ഇതുപോലെ ആണികൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപോലെ വലിപ്പത്തിൽ വരുന്ന ആണികളെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആണികൾ ഇങ്ങനെ തറയ്ക്കുന്ന സമയത്ത് അധികം താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഒരേ ലെവലിൽ തന്നെ ഹൈറ്റ് വരുന്ന രീതിയിൽ നമുക്ക് ആണികളെ ഇങ്ങനെ തറച്ചെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നൂലുകളെ ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം നമുക്ക് അതിനെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ വിട്ടു പോരാത്ത രീതിയിലും അതിനെ ലൂസായിട്ട് പോവാത്ത രീതിയിലും നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം കേട്ടോ. ബാക്കി വരുന്ന എല്ലാ ലൈൻസും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ആ വലിയ ലൈനിൽ ഇതുപോലെ നൂലിനെ ഇങ്ങനെ കെട്ടി കൊടുക്കുക. പിന്നെ ആ ഒരു കുഞ്ഞു ലൈനിലേക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ത്രെഡുകളെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കൂട്ടിയിടുന്നതും അതുപോലെ തന്നെ
കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിക്കുന്നതും വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമുക്കത് ഫിനിഷ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യാനായിട്ടുള്ളത് ആ ഒരു ഡാർക്ക് റെഡിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആ ഒരു കുഞ്ഞ് ലൈനിൻ്റെ 4ാമത്തെ ആ ഒരു ആണിയിൽ ഇതുപോലെ തന്നെ നമ്മൾ നൂലുകളെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും അറ്റത്തായിടുന്ന ആ ഒരു നൂലുണ്ടല്ലോ, അത് നമ്മുടെ റൗണ്ടിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ആ ഒരു ആണിയിലേക്കാണ് ടച്ച് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ചെയ്തത് അങ്ങനെ നമ്മൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ആ ഒരു നൂലിനെ കോർത്തെടുത്തിട്ടില്ലല്ലോ. പക്ഷേ ഈ ഒരു റെഡ് നൂല്, ഡാർക്ക് റെഡ് നൂലിടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കൂടി ടച്ച് ആവുന്ന രീതിയിൽ ഇതുപോലെ കോർത്തെടുക്കാം കേട്ടോ. ഈ ഒരു ത്രെഡ് കോർക്കുന്നത് മാത്രമാണ് ഒരു ജോലിയായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇന്നത്തെ ഷൈൻ വീഡിയോസിലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഷൈൻ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കിഡിലും വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.